ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിംസ് ഫേവറേറ്റ്സ്. ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് ഈ രണ്ട് ഐറ്റം യൂസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് എന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ ഫുഡ് പാർസൽ വാങ്ങിക്കുമ്പോൾ നമുക്ക് മയോണൈസ് ഒക്കെ കിട്ടുന്ന ആ ഒരു ഡബ്ബയില്ലേ, അതാണ് എടുത്തേക്കുന്നത്. അതും വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു കേക്ക് ബോർഡുമാണ്. അപ്പോൾ കേക്ക് ബോർഡ് ഇല്ലാന്ന് വെച്ചാൽ നമുക്ക് കാർഡ്ബോർഡും യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് നമുക്ക് കണ്ടാലോ? വീഡിയോ നോക്കി സംസാരിക്കാൻ എന്താണെന്നറിയില്ല, എനിക്ക് ശരിയാവുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ ക്രാഫ്റ്റിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് ഈ ഒരു കേക്ക് ബോർഡിന് കളർ ചെയ്യലാണ്. അപ്പോൾ ബ്ലാക്ക് കളർ എടുത്തിട്ട് നമുക്ക് കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നേരെ പേപ്പർ വരുന്ന സൈഡിൽ വേണം കളർ ചെയ്യാൻ വേണ്ടിയിട്ട്, മറ്റേ സൈഡിൽ നമുക്ക് കളർ പിടിക്കില്ല. ഓക്കെ, നമുക്ക് നല്ലപോലെ കളർ ചെയ്തെടുക്കാം. ഇത് തന്നെ പേപ്പർ വരുന്നത് കൊണ്ട് തന്നെ ഞാനിവിടെ വെള്ളം ചേർത്തിട്ടാണ് കളർ ചെയ്ത് കൊടുക്കുന്നത്. അതാണ് ഇത്തിരി ഒരു ലൈറ്റ് ഷെയ്ഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ കളർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓറഞ്ച് കളർ എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ഇഷ്ടിക പോലത്തെ ഒരു പാറ്റേൺ കൂടെ ഇതിൻ്റെ മുകളിൽ കൊടുക്കണം. അപ്പോൾ ശരിക്കും ഓറഞ്ച് ആണ് കേട്ടോ ഇതിൽ വരുമ്പോൾ ജസ്റ്റ് ഒരു യെല്ലോ മിക്സ് വരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ശരിക്കും ഒരു നല്ലൊരു ഇഷ്ടികയുടെ കളർ തന്നെയാണ് നേരിട്ട് കാണുമ്പോൾ ഉള്ളത്. അപ്പം നമ്മൾ അറബി നാട്ടിൽ വന്നേ പിന്നെ ഇന്ന് വരെ ആക്രി സാധനത്തിന് ഒരു പഞ്ഞവും വന്നിട്ടില്ല കേട്ടോ. ഒന്ന് തീരുമ്പോൾ ഒന്ന് എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇതുപോലത്തെ വേസ്റ്റ് ഐറ്റംസ് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ കളറിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല പോലെ ഉണങ്ങിയതിന് ശേഷം വേണം അടുത്ത പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു മയോണൈസിൻ്റെ ആ ഒരു ഡബ്ബ ഇതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇഷ്ടമുള്ള പാറ്റേണിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ കാണുന്ന രീതിയിലാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. വേസ്റ്റ് ഐറ്റംസ് ഒരുപാട് റൂമിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നതുകൊണ്ട് എനിക്ക് ഓൾറെഡി ഒരു വാണിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ ഇത് കിട്ടിയപ്പോൾ ഫുഡ് കഴിച്ച ഉടനെ തന്നെ ഞാനിത് കൊണ്ടുപോയി വേസ്റ്റിലിട്ടു. അപ്പോൾ രാവിലെ ഹസ്ബൻഡൊക്കെ ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ വേസ്റ്റിൽ നിന്ന് എടുത്തിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് കുട്ടപ്പനാക്കി എടുത്തുകൊണ്ട് വന്നതാണ്. കുപ്പയിലെ മാണിക്യം എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് നമുക്കും ഇതൊക്കെ ഒരു മാണിക്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഉണ്ടാക്കണം. അപ്പോൾ അതൊന്നും കയ്യിലില്ലാത്തതുകൊണ്ട് നമുക്ക് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഗ്രീൻ കളർ ഒരു കവർ കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് കുറച്ച് ലീഫ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ മടക്കി വെച്ചിട്ട് നമുക്ക് ലീഫിൻ്റെ ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ബാക്ക് വൈറ്റ് കളറാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് കാണുന്ന വിധത്തിൽ വേണം ഇതൊന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമ്മൾ കുഞ്ഞു കുഞ്ഞു ലീഫായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു തെർമോക്കോൾ പീസ് വേണം. അതിൻ്റെ മുകളിൽ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈ ലീഫ് ഒരു 3 വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒട്ടിക്കുന്ന സമയത്ത് നമ്മളൊന്ന് സപ്പോർട്ട് കൊടുക്കണം. അതൊന്ന് ഒട്ടിക്കഴിഞ്ഞാൽ മാത്രം കൈവിട്ടാൽ മതിയേ, അല്ലെങ്കിൽ ഇത് ശരിക്കും നിൽക്കില്ല. ഓക്കെ, അപ്പോൾ നല്ലപോലെ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ നേരെ അടിയിലും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഓരോരോ ഡബ്ബയിലായിട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാത്തിനും പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രാഫ്റ്റ് ഇവിടെ പൂർണ്ണമായി. അപ്പോൾ നമുക്കിതിന് ഫൈനൽ ലുക്ക് കാണാം. ഈ ഒരു ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.